ഓക്കെ, താങ്കൾ തുടരണം. ഇപ്പോൾ പത്മജ നമുക്കൊപ്പമുണ്ട്. ശ്രീമതി പത്മജ നമുക്കൊപ്പം ശ്രീ കെ ഗോപിനാഥനുണ്ട്. ശ്രീ കെ ഗോപിനാഥൻ താങ്കളെ വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് വരും. അദ്ദേഹം മറ്റൊരു മെഡിക്കൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ആയതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ വന്ന് കാണാതിരുന്നത്. എറണാകുളത്ത് ആയിരുന്നത് കൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്. പത്മജ, ഇദ്ദേഹം പറയുന്നത് പോലെ ഇതൊരു ആത്മഹത്യാക്കുറിപ്പല്ല, ഇത് നേരത്തെ എഴുതിയിരുന്നതാണ്. ആ നേരത്തെ എഴുതിയിരുന്ന കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നിറവേറ്റപ്പെട്ടു എന്നാണ് ഇപ്പോൾ കെ ഗംഗാധരൻ നമ്മളോട് പറയുന്നത്. പത്മജ, സാറ് പറഞ്ഞ പോലെ തന്നെ ഗോപിനാഥൻ മാഷ് എന്നെ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് എന്നോട് എന്താ മോളെ പറ്റിയതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആ കത്ത് നമ്മൾ കാണുന്നില്ല. ആ കത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഈ സാറിൻ്റെ പേരുള്ളത് പോലും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെയാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. സാർ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഒരു ഹോസ്പിറ്റൽ കേസിന് ഇവിടെ ഇല്ലയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ കത്ത് നേരത്തെ എഴുതി വെച്ച കത്താണ് എന്നാണ് കെ ഗോപിനാഥ് പറയുന്നത്. ഈ കത്ത് മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയതോ ആത്മഹത്യാക്കുറിപ്പായി കണക്കാക്കാൻ കഴിയാത്ത കത്താണെന്നാണ് കെ ഗോപിനാഥ് പറയുന്നത്. അതെങ്ങനെയാണ്? അത് നമുക്ക് എഴുതിയ കത്തിൽ മോനെ ഞാനിങ്ങനെ മരിക്കാൻ അല്ല അവസാനത്തെ ഉമ്മ എന്നൊക്കെ പറയുമ്പം സാറേ അതല്ലേ ആത്മഹത്യാക്കുറിപ്പ്? കെ ഗംഗാധരൻ, അതല്ലേ ആത്മഹത്യാക്കുറിപ്പ്? ക്ഷമിക്കണം ശ്രീ കെ ഗോപിനാഥ്, കേൾക്കാമെങ്കിൽ. മകനെ ഉമ്മ എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അതൊരു ആത്മഹത്യാക്കുറിപ്പല്ലേ എന്നാണ് പത്മജ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് ഈ ആത്മഹത്യക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടതാണ് ഈ മറ്റേ ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല. ശരി, ഒരു നിമിഷം. മനസ്സിലായി ശ്രീ കെ ഗോപിനാഥ്, ഇതിലെ വസ്തുത പുറത്തു വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പത്മജ, ഈ കത്തിൽ തന്നെയാണ് ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന KPCC പ്രസിഡന്റിന് എഴുതിയിരിക്കുന്ന കത്തിനെ കുറിച്ചും പരാമർശമുള്ളത്. ഈ KPCC പ്രസിഡന്റിന് എഴുതിയിരിക്കുന്ന കത്ത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്താണോ? വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തതയില്ല. കാരണം അതിനകത്ത് ലാസ്റ്റ് അച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് മകന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് എന്നൊക്കെ ഉള്ളത്. അത് വർഷങ്ങൾക്ക് മുന്നെയാണോ എഴുതുക? ആ കത്തിൽ തന്നെയാണോ എഴുതിയിരിക്കുന്നത്? 10 ദിവസം എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 6 പേജുള്ള കത്തിലാണോ? ആ കത്തിന്റെ താഴെ വീണ്ടും എഴുതിയിട്ടുണ്ട്. 10 ദിവസം കാത്തിരിക്കാൻ മകന് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അതിനിട വരുത്തരുതേ സാർ എന്ന് എഴുതിയിട്ടുണ്ട്. ശ്രീ കെ ഗോപിനാഥൻ അങ്ങനെയും എഴുതിയിട്ടുണ്ട്. ശ്രീ കെ ഗോപിനാഥ്, അതെ, ആ കത്ത് ഈ പറയുന്ന കത്തിൽ എന്റെ വേഷം പറയാം മോളെ, എന്റെ വേഷം പറയാം. ഇതിന്റെ അകത്തെ ആ കത്തിലകത്തെ കേണിച്ചിറയുള്ള ഒരു രാധാകൃഷ്ണന് 15 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. രാധാകൃഷ്ണന് കൊടുക്കാനുള്ള പൈസ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു കഴിഞ്ഞ 1 വർഷം മുമ്പ് കൊടുത്തു കഴിഞ്ഞതാ. അപ്പൊ പിന്നെ അങ്ങനെ രണ്ടും കൂടെ ടാലി ചെയ്ത് പോന്നേ. അതായത് പത്മജ, ഈ കത്തിൽ പറയുന്നതിൽ ഒരു ഇടപാട് നേരത്തെ നടത്തി കഴിഞ്ഞു എന്നാണ് കെ ഗോപിനാഥ് പറയുന്നത്. സാർ, നമ്മളിപ്പം ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെപ്പോലും ഇങ്ങനെ പൈസ മേടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ കത്തിൽ കൂടിയാണ് അറിയുന്നത്. കറക്റ്റ്. അത് ഈ കുടുംബം അറിയാൻ സാധ്യതയില്ല കെ ഗോപിനാഥ്. കാരണം ആ കുടുംബത്തിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലല്ലോ. ആ കുടുംബത്തെ ഇതൊന്നും അറിയിക്കാതെയാണ് അദ്ദേഹം ഇല്ലാതെ പോയത്. ഒരു നിമിഷം അങ്ങ് തുടരണം. Debate with Dr. Arun Kumar.